വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കുന്നംകുളം വീടിന് തീപിടിച്ച് 6 അംഗ കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കുന്നംകുളം അക്കിക്കാവ് സ്വദേശി മാധവന്റെ വീട്ടിലാണ് സംഭവം നടന്നത്. പുക ഉയരുന്നത് കണ്ട ഉടൻ വീട്ടുകാർ പുറത്തേക്ക് ഓടിയതിനാൽ വലിയ ദുരന്തം ഒഴിവായി. കുന്നംകുളം ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. വീട് പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ്. തീ പിടിച്ചതിന്റെ കാരണത്തിന് ഇതുവരെ വ്യക്തത ലഭിച്ചിട്ടില്ല. തൃശൂരിൽ ഇനി കലോത്സവ പൂരം. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ആവേശകരമായ തുടക്കം കുറിച്ച് തൃശൂർ നഗരം. കലോത്സവത്തിന്റെ കൊടിപാറി കഴിഞ്ഞിരിക്കുന്നു. തേക്കിൻകാട് മൈതാനത്ത് 25 വേദികളിലായി അരങ്ങേറുന്ന കലാമാമാങ്കത്തിന് മുന്നോടിയായി ജനസാഗരമായിരിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ തൃശൂർ നഗരം ഇളകിമറിയും. കാർഷിക പദ്ധതികൾ ലയിപ്പിക്കാൻ തീരുമാനമെടുത്ത കേന്ദ്രം. നിലവിലുള്ള വിവിധ കാർഷിക പദ്ധതികളെ ലയിപ്പിച്ച് PM രാഷ്ട്രീയ കൃഷി വികാസ് യോജന, കൃഷി ഉന്നതി യോജന എന്നിങ്ങനെ 2 പ്രധാന പദ്ധതികളാക്കി മാറ്റാൻ കേന്ദ്ര സർക്കാർ നീക്കം. 1.01 ലക്ഷം കോടി രൂപയാണ് ഇതിനായി നീക്കിവെച്ചിരിക്കുന്നത്. ഈ 2 പ്രധാന പദ്ധതികളുടെ കീഴിലായിരിക്കും മണ്ണ് സംരക്ഷണം, മഴവെള്ള സംഭരണം, പരമ്പരാഗത കൃഷി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ. സംസ്ഥാനങ്ങൾക്കിനി കേന്ദ്ര കാർഷിക ഫണ്ട് ലഭിക്കണമെങ്കിൽ നിശ്ചിത കാർഷിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കേണ്ടി വരും. വിവാദമായ കേടെറ്റ് ഉത്തരവ് പരിഷ്കരിച്ച് വിദ്യാഭ്യാസ വകുപ്പ്. ഇനി മുതൽ ഭിന്നശേഷി അധ്യാപക നിയമത്തിനും കേടെറ്റ് നിർബന്ധമാക്കി. ഉന്നത വിദ്യാഭ്യാസ യോഗ്യത നേടിയവർക്കുള്ള ഇളവ് പുതിയ ഉത്തരവിൽ പരാമർശിക്കുന്നില്ല. സർവീസിലുള്ള അധ്യാപകർക്ക് സ്ഥാനക്കയറ്റത്തിനടക്കം കേടെറ്റ് പാസ്സാവണം എന്ന ഉത്തരവാണ് വിവാദമായത്. ഈ വ്യവസ്ഥ അടുത്ത ദിവസം തന്നെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി മരവിപ്പിച്ചിരുന്നു. എന്നാൽ വിവാദമായ പരാമർശങ്ങൾ ഒന്നും തന്നെ പുതിയ ഉത്തരവിലില്ല. ഭിന്നശേഷി ഉത്തരവ് വേഗത്തിൽ നടപ്പാക്കാനാണ് പരിഷ്കരിച്ച ഒരു ഉത്തരവ് താൽക്കാലികമായി പുറത്തിറക്കിയത്. സുപ്രീം കോടതിയിൽ ഒരു റിവ്യൂ ഹർജി സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും നൽകിയിട്ടുണ്ട്. അതിന്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ അന്തിമ ഉത്തരവ് പുറത്തിറക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഇന്ത്യ ന്യൂസിലൻഡ് 2ാം ഏകദിനം ഇന്ന് നടന്നു. ഉച്ചയ്ക്ക് 1:30 മണി മുതൽ രാജ്കോട്ടിലാണ് മത്സരം നടന്നത്. കഴിഞ്ഞ 5 ഏകദിന മത്സരങ്ങളിൽ നിന്ന് 2 സെഞ്ചുറിയുമായി മിന്നും ഫോമിലുള്ള വിരാട് കോഹ്ലി തന്നെയാണ് ടീം ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയെ നയിച്ചത്. ബാറ്റിംഗിന് അനുകൂലമായ പിച്ചാണ് രാജ്കോട്ടിലേത്. ഇവിടെ നടന്ന 4 രാജ്യാന്തര ഏകദിന മത്സരങ്ങളിലും ആദ്യ ബാറ്റ് ചെയ്ത ടീമിനായിരുന്നു ജയം. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.